കുറച്ചു കാലമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് വലിയ പ്രതിസന്ധിയിലാണ്. ക്യാപ്റ്റൻസി, കോച്ചിംഗ് സെലക്ഷൻ കമ്മിറ്റി, അഡ്മിനിസ്ട്രേഷൻ എല്ലാറ്റിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടീമിന്റെ നിലപാടിനോട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിരവധി തവണ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ ടീമിന്റെ വഴിക്ക് പോയിട്ടില്ലെന്ന് തന്നെ പറയാം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായ ഇൻസമാം ഉൾ ഹക്ക് PCBക്ക് മുന്നറിയിപ്പ് നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അവർ ഉടൻ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഗ്രാഫ് കൂടുതൽ താഴുമെന്ന് ഇൻസമാം ഉൾ ഹക്ക് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി പാകിസ്ഥാൻ ടീമിന്റെ പ്രകടനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിയായ ദിശയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടുതൽ താഴേക്ക് പോകുമെന്ന് ഇൻസമാം പറഞ്ഞു. 2023 ഏകദിന ലോകകപ്പ് അവസാനിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ വരുത്തിയ നിരന്തരമായ മാറ്റങ്ങളെക്കുറിച്ചും ഇൻസമാം സംസാരിച്ചു. ടീമിലും മാനേജ്മെന്റിലും അത്തരം മാറ്റങ്ങളുമായി മുൻ ക്യാപ്റ്റൻ ബോർഡിലില്ല. ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ബോർഡിനോട് അഭ്യർത്ഥിച്ചു. മാനേജ്മെന്റ് പരിശീലകരെയും കളിക്കാരെയും ആവർത്തിച്ചു മാറ്റുന്നത് പ്രശ്നം പരിഹരിക്കില്ല. എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കുറേയധികം മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം എവിടെയാണ് കാര്യങ്ങൾ തെറ്റിപ്പോകുന്നതെന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. നിരന്തരമായ മാറ്റങ്ങളുണ്ടായാൽ കളിക്കാർക്ക് ആവശ്യമായ ആത്മവിശ്വാസം ലഭിക്കില്ല. സാഹചര്യം അതേപടി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടീമിലെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ബാറ്റ്സ്മാനാണ് ബാബർ അസം. അദ്ദേഹത്തെക്കുറിച്ചും ഇൻസമാം സംസാരിച്ചു. പാകിസ്ഥാൻ അടുത്തിടെയായി നേരിടുന്ന വിമർശനങ്ങളുടെ കൊടുമുടിയിലാണ് ബാബർ. ബോർഡ് തങ്ങളുടെ കളിക്കാരിൽ വിശ്വാസം പുനഃസ്ഥാപിക്കണമെന്നും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ അവരോടൊപ്പം പ്രവർത്തിക്കണമെന്നും ഇൻസമാം ആഗ്രഹിക്കുന്നു.